ഈ മരത്തിൻ്റെയൊക്കെ വലിപ്പം നോക്കേ. ഇത് ക്യാമറയിൽ എത്ര കൊള്ളുന്നതെന്ന് അറിയാൻ പറ്റും. നമ്മൾ ഒരു ആനയേക്കാളും വലിപ്പമുള്ള ഒരു മരമാണിത് കേട്ടോ. അപാരം തന്നെ അതിൻ്റെ. നോക്കേ എത്ര വലിപ്പമുണ്ടെന്ന് നോക്കിയത്. നമ്മൾ റോസ്മല രാജാത്തോട്ടം അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കട്ടെ, രാജാത്തോട്ടം പോകാൻ പറ്റുമെങ്കിൽ രാജാത്തോട്ടം പോകാം. കുറേ വണ്ടി പോണ സൗണ്ട് ഉണ്ടോ? ഇങ്ങനെയുള്ള കുറേ അവന്മാർ ഇറങ്ങിയിട്ടാ തോന്നുന്നു. നോക്കേ ഇതൊരു തടി ഡിപ്പോയാണ് കേട്ടോ. തടിയൊക്കെ അടുക്കിയിട്ടിരിക്കുന്നുണ്ടോ? ഉള്ളിൽ തേക്കും തടിയും ഒക്കെയാണ്. ഇവിടെ നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവരുടെ ഒരു ഓഫീസുണ്ട് അവിടെ. അടിപൊളിയാണ്. നല്ല ഇരുട്ടായിട്ട് കിടക്കുക അവിടെ കേട്ടോ. ഭയങ്കരമായ മരങ്ങൾ, വലിയ വലിയ മരങ്ങളാണ് ഇവിടെ എല്ലാം. ഓഫീസിൽ ആളൊക്കെ ഉണ്ട് കേട്ടോ, ചെക്ക് പോസ്റ്റിൽ. അപ്പോൾ ഇവിടെ റോഡ് കുറച്ച് ഭാഗമൊക്കെ നല്ല ടാർ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ ഭയങ്കര ഓഫ് റോഡായിരിക്കും. നമ്മൾ ഈ വന്നാണൊക്കെ ഭയങ്കരമായ ഓഫ് റോഡായിരിക്കും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ. അപ്പം ഇവിടെയൊക്കെ നല്ല ടാർ ചെയ്ത് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ദിവസമാണ് കേട്ടോ. റോഡ് അടിപൊളിയായി കേട്ടോ. ഇപ്പം റോഡ് മാറും. വേണ്ട ഓഫ് റോഡ് 4x4 കൊണ്ടുവരാം. ഇതിലെ KSRTC പോകുന്ന റൂട്ടാണ് കേട്ടോ. ഫുള്ളും ഓഫ് റോഡ്. മഴയത്ത് വരാമെന്നും പറഞ്ഞിരുന്നേ, പക്ഷെ മഴ പെയ്യണ്ടേ. മഴക്കാലമാണ് കേട്ടോ, പക്ഷെ മഴയില്ല. ബസ്സിൽ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. സംഭവം ഉപ്പാട് വരും വണ്ടിയിൽ. ബൈക്കിൽ അത്ര അറിയുന്നില്ല. എന്തായാലും ഭയങ്കര ഓഫ് റോഡാണ് കേട്ടോ. തമിഴ്നാട് കഴിച്ചാണ്. ആങ്ങളെ കുറച്ച് വാട്ടർ ഭയങ്കര കുഴിയാണ്, ഭയങ്കര ഓഫ് റോഡാണ്. കുറച്ച് വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ റോഡിൻ്റെ കൂടെ. അതിവിടെ അല്ല, കുറേ കൂടെ പോകുമ്പോഴാണ് നല്ല രസമാണ് കാണാനായിട്ട്. വെള്ളം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. വെള്ളം കാണുമെന്നറിയാൻ വയ്യ. ഇതെന്തോന്ന് വെള്ളമൊന്നും ഇല്ലേ, മഴയില്ല ഇവിടെ ഒന്നും. ഇതൊക്കെ ടാർ ചെയ്തിരിക്കുന്നില്ല. കുറച്ചൊക്കെ ടാർ ചെയ്ത് കുറച്ചൊക്കെ ഒരു തിരിച്ചു മതി കേട്ടോ. കുറച്ച് വീടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാ രാജാത്തോട്ടം പോകണം അങ്ങോട്ടാണ്. പറ്റത്തില്ലേ? ആ അവിടെ അടച്ചോ? അതോ എന്ത് മോളിൽ കയറാം? കയറ്റെടുക്കുന്ന ആ അവിടെ വിടും. ആ ആ അപ്പോൾ അതിനും ഒരു തീരുമാനമായി. അപ്പോൾ രാജാത്തോട്ടത്തിൽ പോകാനൊക്കത്തില്ല കേട്ടോ. ആ മലയുടെ മുകളിൽ കയറാൻ പറ്റില്ല. ഇപ്പോൾ റോസ് മലയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. റോസ് മലയിൽ ഞാൻ പോയതാണ്. എന്താ വേണം സുഹൃത്തുക്കളെ, റോസ് മല ഞാൻ 1-2 തവണ പോയതാണ്.
ഇത് കഴിഞ്ഞാൽ വീടൊന്നും ഇല്ല. രാജാത്തോട്ടത്തിൽ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എന്നൊക്കെ വന്ന് കയറേണ്ടതായിരുന്നു, ഇന്ന് കയറിയില്ല. അടുത്ത് കിടക്കുന്ന സ്ഥലത്തൊന്നും പെട്ടെന്നൊന്നും വരത്തില്ല. അങ്ങനെ നമുക്ക് രാജാത്തോട്ടം പോകാൻ പറ്റില്ല, നേരെ റോസ് മലയ്ക്ക് പോവാം. ഞാൻ ഉദ്ദേശിച്ച റോസ് മല ഇതല്ല കേട്ടോ. ഞാൻ അന്ന് വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്, ചൂടൊന്നുമില്ല, നല്ല വെട്ടം. ഞാൻ പറഞ്ഞ വാട്ടർ ക്രോസിങ് അതല്ല കേട്ടോ. ഇതൊന്നും അല്ല മക്കളെ ഓഫ് റോഡ്, ഇനി കിടക്കുന്നതേ ഉള്ളൂ. ഇനിയാണ് ഓഫ് റോഡ്. ഇതൊക്കെ കാറും കൊണ്ട് വരുന്നവരെ സമ്മതിക്കണം. കണ്ടോ ബസ്സൊക്കെ കയറി വരുന്നത്, എനിക്കറിയാൻ പറ്റില്ല എങ്ങനെ കയറി. ഇതിൻ്റെയൊക്കെ പ്ലേറ്റുകളായി പോയില്ലേ. അതാ നോക്കേ, ഫുള്ള് കട്ടർ എന്ന് വെച്ചാൽ ഫുള്ള് കട്ടർ. അടിപൊളി. ഈ വണ്ടിയുടെ ബാക്കിലൊക്കെ ലൈറ്റിൻ്റെ സംഭവം അല്ലെങ്കിൽ കിടക്കുന്നുണ്ട്, മണാവണമെന്ന് പറയുന്ന സാധനം. നോക്കണം, ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം, ഒരു ഫൈബറിൻ്റെ സാധനമാണ്. അപ്പോൾ അതാണ് ഇളകി കിടക്കുന്നത്, അതുകൊണ്ട് ഭയങ്കരമായ സൗണ്ടാണ്. ഇതൊരു വാട്ടർ ക്രോസിങ് ആയിരുന്നു കേട്ടോ, വാട്ടറില്ല, നല്ല തണുപ്പ് വിടാം കേട്ടോ. ഞാൻ ആ റോസ് മല അങ്ങ് പോകട്ടെയൊന്നുമില്ല, കുറച്ച് പോയിട്ട് തിരിച്ച് വരാം. ഈ ഓഫ് റോഡൊന്ന് വണ്ടി ഓടിച്ചിട്ട് തിരിച്ച് വരാം. നമ്മൾ പോയതാണ് ഒരു 3-4 പ്രാവശ്യം, 3 പ്രാവശ്യം പോയതാണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച് വന്നത് രാജാത്തോട്ടം പോകാനായിരുന്നു. രാജാത്തോട്ടം നമ്മൾ പോകാൻ പറ്റത്തില്ല, പിന്നെ അതോടെ മനസ്സങ്ങ് മടിച്ചു. റോസ് മല അടിപൊളി റൂട്ടാണ് കേട്ടോ, അടിപൊളി വെച്ചാൽ അടിപൊളി റൂട്ടാണ്. പോയാൽ നമുക്ക് റോസ് ചേച്ചിയൊക്കെ കാണാം, റോസ് മലയൊക്കെ കാണാം. അപ്പോൾ അടിപൊളി ഒരു സ്ഥലമാണ് ഈ റോസ് മല എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് പണ്ടത്തെ കാലത്ത് ഒരു സായിപ്പ് താമസം ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ. പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ പേരാണ് റോസി. അങ്ങനെ ഉണ്ടായതാണ് റോസ് മലയെന്ന് പേര്. ചുമ്മാ പറഞ്ഞു കേട്ടോ, ഒരു കഥയുണ്ടാക്കിയതാണ്. വണ്ടി ഇനി കയറത്തൊന്നുമില്ല, കരഞ്ഞൊക്കെയാണ് കയറുന്നത്. ആ റോസ് ചേച്ചിയുടെ പ്രേതം ഇവിടെ കാണും പോണ വഴി. നമുക്ക് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പോവാം, കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് നമുക്ക് പോവാം. ഇപ്പം നല്ല തണുപ്പുണ്ട് സുഹൃത്തുക്കളെ, അടിപൊളി തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ അച്ചൻകോവിൽ പോകുന്ന നമ്മളെ അമ്പനാട് പോകുന്ന അത്ര തിരക്ക് ഇവിടെ കാണുന്നില്ല, ഇതുവരെ കണ്ടില്ല. കുറച്ച് ബൈക്കൊക്കെ പോയത്, ഇത് ഭയങ്കര തിരക്കായിരുന്നു. കാറുകാരില്ല കേട്ടോ, ഈ റോഡ് കൊള്ളാത്തതുകൊണ്ട് കാറുകാരങ്ങനെ കയറി വരില്ല. ഫോറിൻ്റെ വണ്ടിയൊക്കെ കയറി വരും, അല്ലാതെ ഉള്ള ചെറിയ വണ്ടികളൊക്കെ കയറി വന്നാൽ പണി കിട്ടില്ലേ. അപ്പോൾ അവിടെ കുറച്ച് ഭാഗമുണ്ട്, അവിടെ കയറത്തില്ല. ഈ പണ്ടൊക്കെ മാരുതി 800 കയറി വരുമായിരുന്നു, ആട്ടോയൊക്കെ പോകുമായിരുന്നില്ലേ. അപ്പോൾ ആട്ടോക്കാർ വരുമെന്നറിയാൻ വയ്യ. ആട്ടോ ഇതാൻ കയറി പോകുമായിരിക്കും. ഇവിടെ വാട്ടർ ക്രോസിംഗ് ഒന്നും ഇല്ല, നമുക്കൊക്കെ തെറ്റുന്നു. വെള്ളമില്ലടോ, വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ.
വെള്ളമുണ്ട് നമുക്ക് സിനിമ സ്റ്റൈലൊക്കെ വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ വെള്ളമൊന്നുമില്ല. ഒരു ഇതുകൊണ്ട് ആന പെടുത്തതിൻ്റെ ബാക്കിയാണ്ടാന്ന് തോന്നുന്നു. പുറത്തിങ്ങനെ ഒലിച്ച് വരുന്നു. വെള്ളം വേണം. ഇനി ഏത് കാലത്താണ് മഴ? ഇപ്പം ജൂൺ കഴിഞ്ഞ് ജൂലൈ ആയി, ഒന്നും കയറണില്ല. താഴോട്ട് നോക്കാം. ഗിയറ് ന്യൂട്രായി പോയി. ന്യൂട്രായി കഴിഞ്ഞാൽ മെനക്കേടാ. നമ്മളെന്തായാലും കുറച്ച് നേരം അങ്ങോട്ട് പോവാം. രാജാത്തോട്ടം അടച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സല്ലാതായിപ്പോയി. പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ. ഈ റോസ്മല അടിപൊളി സ്ഥലമാണ്, പക്ഷേ ഞാൻ വന്നിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്, അടിപൊളി സ്ഥലം. കൊല്ലത്ത് ഇതേ കണക്കൊരു സ്ഥലം വേറെ ഇല്ല. അടിപൊളി സ്ഥലമാണ്. നമ്മളെ വണ്ടിയൊന്നും കയറത്തില്ല. നല്ല ഓഫ് റോഡ് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഓടിക്കാൻ പറ്റുന്നവരിപ്പോൾ വരണം. അടിപൊളിയാണ്. ഫുൾ ടാറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡൊന്നും കിട്ടത്തില്ല. പിന്നെ എൻ്റെ പഴയ വണ്ടിയാണ്, പഴയ വണ്ടി ഓടിപ്പിരുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് മലയിൽ നിന്നൊക്കെ ഓടിയ പഴമിച്ച വണ്ടിയാണ്. ഓരോ ചെടികൾക്കും ചെറിയ മരങ്ങൾക്കും വെള്ളമില്ല, വെള്ളമൊക്കെ ഉണ്ട്. ഞാൻ ഇതിനേക്കിലൊക്കെ വാട്ടർ ക്രോസിംഗ് ഉള്ളതാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ പോകും. നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് മാറ്റി കൂടുതലാണ്. നമ്മളിന്നൊരു പുലിയൊക്കെ ചാടി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, എല്ലാം അത് ചെയ്തോളൂ. ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായനായിരുന്നു. എടുത്താൽ വരുന്ന വീണ്ടും ഇടയത്തിൻ വളവ് നമ്മളങ്ങനെ കയറി മുകളിലോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാജാത്തോട്ടം അടച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് വല്ലാത്തൊരു കാര്യം. ടവറുണ്ട് കേട്ടോ, BSNL ടവറുണ്ട്. നമ്മുടെ മൊബൈലിൽ നിന്ന് നെറ്റ്വർക്ക് കിട്ടില്ല. ഇവിടെ BSNL നെറ്റ്വർക്ക് അത്യാവശ്യം കിട്ടും. രാജാത്തോട്ടം എല്ലാം കയറി കണക്ക്. അപ്പം ഇതാണ് രാജാത്തോട്ടം പോകുന്ന വഴി. റോസ്മല ക്ലോക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഓടുന്നില്ല. ഒറ്റയ്ക്ക് വരാൻ പേടിക്കുന്നൊരു സ്ഥലം തന്നെ ഇത് കേട്ടോ. മഴയത്ത്, വെയിലത്തൊക്കെ വന്ന് നമുക്കൊരു പേടി അത്രയും തോന്നത്തില്ല. പക്ഷെ മഴയത്ത് വരുമ്പോൾ അവിടെ ഒരു
പേടി തോന്നുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് അവിടെ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നു. എനിക്കൊന്നുമില്ല, അന്ന് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് എന്നിട്ട് അവിടെ ആരുടെയൊക്കെ കുളിക്കുന്നെന്ന് തോന്നുന്നു അതിനകത്ത്. അപ്പോൾ നമ്മൾ റോസ്മലയിലെ കാഴ്ച ഇതാണ് കേട്ടോ. റോസ്മലയിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഒരു ചെറിയ വാട്ടർ ക്രോസിങ് കണ്ടപ്പോൾ ഞാനിവിടെ ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് പേടി തോന്നുന്ന ഒരു സ്ഥലമാണിത്. എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. മറക്കത്തില്ല ഈ സ്ഥലം ഒരിക്കലും. നമ്മൾ ഈ സ്ഥലം മറക്കത്തില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് നമുക്കൊരു പേടി തോന്നുന്ന ഒരു സ്ഥലമാണ് ഇത്. സുഹൃത്തുക്കളെ, ഇവിടുത്തെ താണ്ട ഇരുട്ട് നോക്ക്, എന്നാ ഇരുട്ടാന്ന് നോക്ക്, കണ്ണ് പോലും കാണാൻ വയ്യ. ഇപ്പോൾ സമയം 1 മണി ആയതേ ഉള്ളൂ കേട്ടോ. 1 മണിക്കുള്ള ഒരു അന്തരീക്ഷം ഇവിടെ, ഒരു പേടിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ കേട്ടോ. അതായത് സൂര്യൻ ഈ കാട്ടിനകത്തോട്ട് അടിക്കാത്ത രീതിയിലുള്ള ഈ മരത്തിൻ്റെ വലിപ്പം കണ്ടോ. ഇത് ക്യാമറയിൽ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, നേരിട്ട് ഇത് കാണണം. ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ വലിപ്പവും നോക്കെ. ചെവിട് ഒരു 2-2.5 ആനയുടെ വലിപ്പമുണ്ട് ആ ചെവിട്. മതിൽ കെട്ടി ഇങ്ങനെ അടക്കി നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ റോസ്മലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോസ്മല വരെ പോകുന്നില്ല ഞാൻ കുറച്ച് വരെ പോയിട്ട് ഞാനങ്ങ് പോകും തിരിച്ച്. അടിപൊളി വേണ്ട. വാട്ടർ ക്രോസിംഗ് ഒക്കെ കുറവാണ് കേട്ടോ, വെള്ളം കുറവാണ്. കണ്ണ് കാണാൻ വയ്യ കേട്ടോ, ഇരുണ്ടണക്ക് കിടക്കുന്നു. ഇവിടുത്തെ സൗണ്ട് കണ്ടോ, കാട്ടിനകത്തുള്ള ഇതാണ് ഇവിടുത്തെ സൗണ്ട്. ഇരുട്ടി അടച്ച് കിടക്കുകയാണ്, ഇരുട്ടി അടച്ച്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് അത്ര ഇത് തോന്നിയില്ല, വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. വന്നില്ലെങ്കിൽ നഷ്ടമായിപ്പോയാണ്. സ്ഥലം നമുക്ക് പേടി തോന്നുന്ന ഒരു സ്ഥലമാണ്. വൃത്തിയിട്ടവന്മാരൊക്കെ കുപ്പി ഉണ്ടെന്ന് കളഞ്ഞിരിക്കുന്നു. ഒക്കെ നമുക്ക് വേറെ എവിടെയും കളയാൻ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഫുള്ളും എയർപിൻ വളവുകളാണ് സുഹൃത്തുക്കളെ. അടിപൊളി അടിപൊളി.